യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭയിൽ അൽമായരുടെ പങ്കാളിത്തത്തെക്കുറിച്ച്, അൽമായർ എങ്ങനെയാണ് സഭയിൽ സാക്ഷ്യം വഹിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് 3 തലങ്ങളിലാണ് അൽമായർക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക: ഗാർഹിക സഭയായ കുടുംബം, ഇടവക സമൂഹം, ലോകം. ഈ 3 തലങ്ങളിൽ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. തുടർന്ന് ഇടവക സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ അൽമായർ സാക്ഷ്യം വഹിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കുക. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, കഴിഞ്ഞ ഏതാനും എപ്പിസോഡിൽ നമ്മൾ കുടുംബജീവിതത്തിൽ ഏതെല്ലാം രീതിയിലാണ് അൽമായർക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുക എന്ന് ചിന്തിച്ചു. നമുക്കിനി അടുത്ത ഒരു മേഖല ഇടവകയിലാണല്ലോ. ഇടവക തലത്തിൽ ഏതെല്ലാം രീതിയിൽ അൽമായർക്ക് പങ്കുവഹിക്കാൻ സാധിക്കും? അച്ഛനൊന്ന് ആ വശങ്ങൾ പങ്കുവയ്ക്കാം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ആദ്യത്തെ എക്ലസിയാസ്റ്റിക്കൽ കമ്മ്യൂണിറ്റി, സഭാസമൂഹം എന്ന് പറയുന്നത് ഇടവക സമൂഹമാണ്. ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തെ ഇടവകയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെയധികം സ്വാധീനിക്കുന്നു. അവൻ്റെ ജീവിതത്തെയും അവൻ്റെ ദൈവവിളിയെയും സ്വാധീനിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ഗാർഹിക സഭയായിട്ടുള്ള കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസത്തിലുള്ള ഈ പരിശീലനം, ക്രൈസ്തവ വിശ്വാസത്തിലുള്ള പരിശീലനം, അത് കൂടുതലായിട്ട് പിന്നീട് ലഭിക്കുന്നത് ഇടവക സമൂഹത്തിൽ നിന്നാണ്. ഇടവകളിൽ, ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികൾ, പരികർമ്മം ചെയ്യപ്പെടുന്ന മറ്റ് തിരുക്കർമ്മങ്ങൾ, പ്രത്യേകിച്ച് കൂദാശകളുടെ പരികർമ്മം, അതുപോലെ തന്നെ ഭക്താനുഷ്ഠാനങ്ങൾ, ഇടവകയായിട്ട് ബന്ധപ്പെട്ട അസോസിയേഷൻസ്, ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ഈ സംഘടനകൾ, അതിലെ പ്രവർത്തനങ്ങളും എല്ലാം ഒരു മനുഷ്യൻ്റെ ക്രൈസ്തവ ജീവിതത്തെ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്. അവിടെ വിശ്വാസ പരിശീലനവും വിശ്വാസ അനുഭവവും വിശ്വാസത്തിലുള്ള ആഴപ്പെടലും വിശ്വാസത്തിൻ്റെ പങ്കുവയ്പ്പും എല്ലാം കുടുംബം കഴിഞ്ഞാൽ, ഫാമിലി കഴിഞ്ഞാൽ ഏറ്റവും അധികം നടക്കുന്നത് ഈ ഇടവക സമൂഹത്തിലാണ്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന, ഇടവക സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വിശ്വാസ പരിശീലനവും അതിൻ്റെ ആഴപ്പെടലും വിശ്വാസ അനുഭവവും ഒരു ക്രൈസ്തവൻ ഇടവക സമൂഹത്തിൽ പങ്കുവയ്ക്കുകയാണ്. എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ 2 തരത്തിലാണ് പ്രധാനമായിട്ട്. ഒന്ന്, ജീവിത മാതൃക വഴിയായിട്ട്. കുടുംബത്തിലെ ജീവിത മാതൃക വഴിയായിട്ട് കുടുംബത്തിലെ അംഗങ്ങളെ സ്വാധീനിക്കുന്നത് പോലെ തന്നെ, ഒരുപക്ഷെ അതിലുപരിയായിട്ട് തന്നെ ഇടവക സമൂഹത്തിൽ ഒരു ക്രൈസ്തവന് സ്വന്തം ജീവിതം വഴി ക്രിസ്തുവിന് സാക്ഷിയാകാനായിട്ട് സാധിക്കും. ജീവിത മാതൃക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു ജീവിതം. നമ്മൾ തന്നെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചില കുട്ടികളെക്കുറിച്ച്, അൾത്താര ബാലന്മാരെക്കുറിച്ച് നല്ല മാതൃകാപരമായിട്ട് ജീവിക്കുന്ന, പെരുമാറുന്ന ഒരു കുട്ടി. അതുപോലെ ചെറുപ്പക്കാരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആളുകൾ പറയുന്നുണ്ട്,
നല്ലൊരു ചെറുപ്പക്കാരന് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ കണ്ടുകിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലേ? അങ്ങനെ നമ്മൾ പറയും, നമ്മൾക്ക് തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അതിനൊരു വൈദികനാകാൻ പറ്റിയ ആളെന്നൊക്കെ പലരും പറയും. അതെ, അതിനുള്ളൊരു യോഗ്യത ഉണ്ടെന്ന്. അതെ, ഒരു പക്വത എല്ലാ കാര്യത്തിലും ഒക്കെയുള്ള, അത് ആളുകളോടുള്ള ഇടപെടൽ, സ്നേഹമസൃണമായിട്ടുള്ള പെരുമാറ്റം, ക്ഷമിക്കാനായിട്ടുള്ളൊരു കഴിവ്. അപ്പോൾ ഇങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, ചെറുപ്പക്കാരെക്കുറിച്ച് മാത്രമല്ല ദമ്പതികളെക്കുറിച്ച് തന്നെ നമ്മൾ പറയുന്നുണ്ട്, നല്ല മാതൃകാ ദമ്പതികൾ. അപ്പോൾ ഇവരെ പോലെ ആയിരിക്കണം മറ്റ് ദമ്പതികളും എന്ന് ആളുകൾ പറയാറുണ്ട് ചിലരെ നോക്കിക്കൊണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിത മാതൃക. അതുപോലെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആളുകൾ, നമ്മുടെ ഇടവകൾ സമൂഹത്തിലൊക്കെ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന എത്രയോ വൃദ്ധരായിട്ടുള്ള എത്രയോ മനുഷ്യരുണ്ടെന്നുള്ളതാണ്. അപ്പം ചിലർ നമുക്കറിയാം എല്ലാത്തിനും കുറ്റമൊക്കെ പറഞ്ഞു ഇങ്ങനെയായിട്ട് പിറുപിറുപ്പൊക്കെ ആയിട്ടൊക്കെ കഴിയുന്ന ചുരുക്കം ചില മനുഷ്യരെങ്കിലും ഉണ്ട്. അതേസമയം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടും ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചും എന്തെങ്കിലുമൊക്കെ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് പരാതി പറയാതെയൊക്കെ ജീവിക്കുന്ന എത്രയോ വാർദ്ധക്യമൊക്കെ വളരെ സന്തോഷപ്രദമായിട്ട് ചിലവഴിക്കുന്ന, ദുഃഖമില്ലാഞ്ഞിട്ടൊന്നുമല്ല, പ്രയാസങ്ങളില്ലാഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഇടവക സമൂഹത്തിൽ മാതൃകാപരമായിട്ട് ജീവിച്ചുകൊണ്ട് ക്രൈസ്തവ മൂല്യങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് ഒരു ജീവിത മാതൃക വഴിയായിട്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് ഇടവക സമൂഹത്തിൽ അതിന് നേതൃത്വം നൽകുന്ന, ആത്മീയ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികരോട് സഹകരിച്ചുകൊണ്ട് ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് നമുക്ക് അവിടെ അൽമായർക്ക് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കും. ക്രിയാത്മകമായ മേഖല. അതെ, ക്രിയാത്മകമായിട്ട്. ഉദാഹരണമായിട്ട് ഈ ദേവാലയങ്ങളിൽ, ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിലുള്ള സജീവമായിട്ടുള്ള ഭാഗഭാഗിത്വം, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഉണർവിന് കാരണമാകുന്ന കാര്യങ്ങളിലുള്ള ഭാഗഭാഗിത്വം, പ്രത്യേകിച്ച് ധ്യാനം, കൺവെൻഷനുകൾ. അപ്പോൾ ഇത് ഇടവകയുടെ ഇടവക ജനത്തിൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായകമായിട്ടുള്ള എല്ലാ ഭക്താനുഷ്ഠാനങ്ങളിലും ഒക്കെ സജീവമായിട്ട് പങ്കെടുക്കുകയും മറ്റുള്ളവരെ അതിന് സ്നേഹപൂർവ്വം പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇടവക സമൂഹത്തിന് നമ്മുടെ തന്നെ വളർച്ചയ്ക്ക് കാരണമായി തീരുകയാണ്. അതുപോലെ തന്നെ വിശ്വാസ പരിശീലനത്തിന്, കുട്ടികളുടെ കാറ്റഗിസം, വിശ്വാസ പരിശീലനത്തിന് സഹായിക്കുന്ന ഇടവക മതാധ്യാപകരായിട്ട് ശുശ്രൂഷ ചെയ്തു അങ്ങനെയാകാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അൾത്താര ബാലന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യാം. അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരുപാട് KCYM പോലെയുള്ള സംഘടനകളുണ്ട്. അപ്പോൾ ഈ സംഘടനകളും എല്ലാം ഇതുപോലെയുള്ള മറ്റൊരുപാട് സംഘടനകളുണ്ട്. നമുക്ക് മാതൃസംഘമുണ്ട്, വിൻസെൻ്റ് പോൾ സഖ്യമുണ്ട്, തിരുബാല സഖ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഘടനകൾ. അപ്പോൾ ഇതെല്ലാം സഭാസമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക് നമ്മൾ പ്രതിനിധിയായിട്ട് വാസ്തവത്തിൽ സഭാസമൂഹത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ നമുക്കൊരുപാട് സംഘടനകളുണ്ടെങ്കിലും ഈ സംഘടനകൾ എത്രമാത്രം സജീവമാണ് ഇന്ന് എന്നുള്ളൊരു ചോദ്യം. പലപ്പോഴും അതിലേക്ക് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ വളരെ ചുരുക്കമാണിപ്പോൾ. പണ്ടൊരു കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ആക്റ്റീവായിട്ടൊക്കെ ഈ സംഘടനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു നിർജീവമായ അവസ്ഥയിൽ പലയിടത്തും. അത് പല കാരണങ്ങളുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ആയിരുന്നു പണ്ട്. നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറയുന്ന വിശ്വാസികളിൽ മഹാഭൂരിപക്ഷം ആളുകളെന്ന് പറയുന്നത് തൊഴിൽ തേടി പുറത്തു പോകുന്നവരോ ഒന്നുമല്ല. അത് ഇടവകയായിട്ട് കൃഷിക്കാരാണ്. അപ്പം കൃഷിക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലായിട്ട് പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കാനായിട്ടുള്ള കുറച്ചുകൂടിയൊക്കെ സമയവും ഒക്കെ ഉണ്ടായിരുന്നു. ജോലിക്കാരായിട്ട് ജോലി തേടിപ്പോകുന്നവരോ പ്രത്യേകിച്ച് മറ്റ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ചുരുക്കമായിട്ട്. അപ്പോൾ ഇടവകയുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് 12ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും
പഠനത്തിനായിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാതെ പലരും ഒക്കെ പുറത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ മറ്റ് ജോലി തേടി പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. സ്വന്തം സ്ഥലത്തല്ല, പുറത്തൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇടവക സമൂഹത്തിൽ ഇടവകയുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, സംഘടനകളിലെ അംഗങ്ങളായിട്ട് ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നുമില്ല. ഇന്നിപ്പോൾ എല്ലാ വിഷയത്തിനും ട്യൂഷനായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്യൂഷനുമൊക്കെ ഉള്ളപ്പോൾ ഞായറാഴ്ചത്തെ വേദോപദേശം പോലും കട്ട് ചെയ്തിട്ട് പോകുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ചെറുപ്പക്കാരെയും മറ്റു ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലെ ഇടവകയിലെ ഭക്തസംഘടനകളിൽ അംഗങ്ങളായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു കാരണമാണ്, പല കാരണങ്ങളിൽ ഒന്നാണ്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ, നമ്മളൊരിക്കൽ പറഞ്ഞതുപോലെ, ഒരു ആത്മീയ രംഗത്ത് ഒരു മന്ദത സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംഘടനകളുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് സഭയിലെ ചില കാര്യങ്ങളും നമുക്ക് മാറ്റേണ്ടതായിട്ട് ഉണ്ടാകും. സംഘടനകളുടെ കാര്യത്തിൽ ഒരുപാട് സംഘടനകൾ ഉണ്ടായിരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഉള്ളവർ അതിൽ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. സാറ് പറഞ്ഞപ്പോഴേ ഞാൻ വേറൊരു കാര്യം കൂടെ ഓർക്കുന്ന, അപ്പോൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് സംഘടനയാണെങ്കിലും ശരി, അവരെങ്ങനെ ജീവിക്കുന്നു. വെറുതെ ഒരു സംഘടനയിൽ അംഗമാവുകയല്ല. ഒരു ക്രൈസ്തവൻ ഉദാഹരണമായിട്ട് മാതൃസംഘടന, അമ്മമാരുടെ സംഘടന, അത് മിക്കവാറും എല്ലാ ഇടവകളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവരെങ്ങനെ ജീവിക്കണം, സുവിശേഷ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന, മാതൃകാപരമായിട്ട് ജീവിക്കുന്ന അമ്മമാരായിരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ സംഭവിക്കുക വെച്ചാൽ ഈ ചില സംഘടനയിലൊക്കെ ആളുകൾ ബോധപൂർവം മാറി നിൽക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾ, ഇപ്പോൾ കളങ്കിതരായ ഒരു വ്യക്തി ആ സംഘടനകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട് അതൊരു വലിയ പ്രതിബന്ധമാണ്. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്നില്ല, ഇന്നില്ല ആളിലൊക്കെ അല്ലേ അതിനകത്തുള്ളൂ. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട്, ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെയൊക്കെ കാര്യത്തിൽ. അപ്പം പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഇങ്ങനെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും മുൻപന്തിയിലായിരിക്കുകയും ചെയ്യുന്ന ചിലരെങ്കിലും വളരെ ചുരുക്കമായിട്ടാണെങ്കിൽ പോലും അവർ മറ്റുള്ളവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇയാൾ വലിയ പ്രാർത്ഥനക്കാരനാണ്, പക്ഷേ സ്വന്തം ജീവിതത്തിൽ എങ്ങനെയാണ്, അങ്ങനെ ചിന്തിക്കുന്ന മറ്റു ചില ആൾക്കാരും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പിലേക്ക് സാറ് പറഞ്ഞതുപോലെ വരാനായിട്ട് മടിക്കുന്ന ചിലരെങ്കിലും ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരിക അപ്പോൾ ഇടവക സമൂഹത്തിൽ അജപാലനപരമായിട്ട് നേതൃത്വം നൽകുന്ന വൈദികരോടൊത്ത് സഹകരിച്ച്, പ്രത്യേകിച്ച് ഈ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് ഇടവക സമൂഹത്തിന് നന്മ ചെയ്യാവുന്നൊരു കാര്യമാണ്. അവിടെയും അങ്ങനെ ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട് ഇടവക സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കാവുന്ന ഒരു ഇതാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന ധാരാളമായിട്ടുള്ള ആളുകളുണ്ട് ക്രൈസ്തവരുടെ ഇടയിൽ. ഞാൻ അച്ഛനോടൊരു വ്യക്തിഗത മേഖലയെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കുറേ അടുത്ത വർഷങ്ങളായിട്ട് നമ്മുടെ ഇടവകളിൽ നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒന്നാണ് കുടുംബ സമ്മേളനങ്ങൾ. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ ഇടവകകളെ കുടുംബ യൂണിറ്റുകളായി തിരിച്ച് വളരെ സജീവമായിട്ടൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഞാനൊരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ പുതിയ ഭാരവാഹികളുടെ അധികാരം ഏറ്റെടുക്കലായിരുന്നു. ഒരുപാട് ചെറുപ്പക്കാർ, പുരുഷന്മാരും സ്ത്രീകളും, ചെറുപ്പക്കാരായ ആൾ, ഞാനങ്ങനെ ആദ്യമായിട്ടാണ് അത്രയും കാണുന്നത്. ഒരു വലിയ ഇടവകയാണ്. ഇടവകയിൽ അവരെല്ലാവരും കൂടി ആ ഇടവകയിലുള്ള പകുതിയിലധികം ആളുകൾ ആ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർ സത്പ്രതിജ്ഞ ചെയ്തു. അത് വലിയൊരു നല്ലൊരു ഒരു പ്രചോദനം നൽകുന്നൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മേഖല ഒന്ന് ശക്തിപ്പെടുത്തുന്നത് ഇടവകയിൽ നിന്നായിരിക്കും തോന്നുന്നു. തീർച്ചയായിട്ടും ഇടവക സമൂഹത്തിലെ വിശ്വാസികളെ എല്ലാവരെയും കൂടി ഒന്നിപ്പിച്ച് ഏകോപിപ്പിച്ച് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതൊരു ഇടവക വികാരിയുടെ ഒരു ദൗത്യം കൂടിയാണെന്നുള്ളതാണ്. അപ്പോൾ അതിനോട് സഹകരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം
ഇടവകയിലുള്ള വിശ്വാസികൾക്കുമുണ്ട്. അതുപോലെ തന്നെ ഈ അംഗങ്ങളാവുക മാത്രമല്ല, ഈ ഓരോ ഭക്തസംഘടനകളിൽ അംഗങ്ങളാകുക മാത്രമല്ല, മറിച്ച് തങ്ങളുടെ സമയവും തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ സമ്പത്തും ഇതെല്ലാം ഇടവക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള മനസ്സുകൂടി ആളുകൾക്ക് വേണം. ഉദാഹരണമായിട്ട് നമ്മുടെ സമയം, നമുക്ക് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇടവക സമൂഹത്തിൽ സഹായിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല, മറ്റ് പലർക്കും സാധിക്കുന്ന പോലെ. നമുക്ക് സമയമുണ്ട്. നമ്മുടെ സമയം ഇടവക സമൂഹത്തിന് വേണ്ടിയിട്ട്, ഇടവക സമൂഹത്തിലെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെലവഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കഴിവുകൾ കാണും. ഉദാഹരണമായിട്ട് ഈ നന്നായിട്ട് പഠിച്ച് നല്ല അറിവൊക്കെയുള്ള ഒരാൾ, ഒരു ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ അറിവ് മറ്റ് കുട്ടികൾക്ക്, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ട്യൂഷൻ എടുത്തോ ഇങ്ങനെയായിട്ടൊക്കെ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായിക്കാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ട് സഹായിക്കാം. പിന്നെ രോഗീ സന്ദർശനത്തിന് വേണമെങ്കിൽ നമ്മുടെ സമയം ചെലവഴിക്കാം. അപ്പം ഇങ്ങനെ ഇടവക സമൂഹത്തിൽ ഇടവകയുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി ഈ എല്ലാ വിശ്വാസികൾക്കും ഉണ്ട്, സജീവമായിട്ട് പങ്കെടുക്കുക. പറഞ്ഞു വരിക, ഇടവക സമൂഹത്തിൽ ഓരോ വിശ്വാസിയും സാക്ഷ്യം വഹിക്കാനായിട്ട് ഒരുപാട് വേദികളുണ്ട്. അത് ഫലപ്രദമായ വിധത്തിൽ അതിന് അവരെ സഹായിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അജപാലന നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കുണ്ടെന്നുള്ളതാണ്. അല്ല, ഞാൻ അച്ഛനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന പക്ഷേ ഈ ദശാംശം കൊടുക്കുക. പല ആളുകൾക്കും ദശാംശം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ സമ്പത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അവരുടെ വരുമാനത്തിൻ്റെ 10% മാറ്റിവെച്ചാൽ എല്ലാം തീർന്നു. പക്ഷെ മറിച്ച് അവരുടെ സമയത്തിൻ്റെ ദശാംശം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറില്ല. മറ്റ് പല മേഖലകളിലും അവരുടെ ഈ ദശാംശം കൊടുക്കുക ഒരു ഭാഗം, അതുകൂടി ആളുകളെ ബോധവൽക്കരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് പങ്കുവയ്പ്പ് എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളതാണ്. അപ്പോൾ എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാത്തതായിട്ടൊന്നുമില്ല. അപ്പം എനിക്ക് ലഭിച്ചിരിക്കുന്ന, നൽകപ്പെട്ടിരിക്കുന്നത് എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളൊരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവ്, എൻ്റെ സമ്പത്ത്, ഇതെല്ലാം, എൻ്റെ അറിവ്, ഇതെല്ലാം പങ്കുവയ്ക്കേണ്ടതാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിനങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന വൈദികർ ധാരാളമുണ്ട്, സന്യസ്തരും ധാരാളമുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയൊരു കൾച്ചറിലേക്ക്, അങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നുള്ളതാണ്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ഇത് ആൾക്കതിനെക്കുറിച്ച് ബോധ്യമില്ല. ഇത് ദശാംശം എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ, ഞാൻ കൊടുക്കണ്ടല്ലോ ദശാംശം, എല്ലാ മാസവും ഞാൻ കൃത്യമായിട്ട് എൻ്റെ വരുമാനത്തിൻ്റെ 10% ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അത് മാത്രമാണ് ഈ ദശാംശം അല്ല. അപ്പോൾ അതല്ല, അതിനപ്പുറം ഉണ്ട് എന്നുള്ളൊരു ചിന്ത ആൾക്കില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ആളുകൾ ദൈവജനത്തെ ബോധവൽക്കരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് വിശ്വാസം പ്രായോഗിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മുടെ കാറ്റഗിസത്തിന്, നമ്മുടെ മതബോധനത്തിൽ അവശ്യം നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് നമ്മൾ മാസവണക്കം, യോസേപ്പ് പിതാവിൻ്റെ, തിരുഹൃദയത്തിൻ്റെ, ഇങ്ങനെയായിട്ടുള്ള ഇങ്ങനെയായിട്ടുള്ള മാസവണക്കമുണ്ട്. അപ്പോൾ അതിലത്തെ സൽക്രിയ എന്ന് പറഞ്ഞ് അതിൻ്റെ അവസാനം, ഓരോ ദിവസത്തിൻ്റെ അവസാനത്തെ സുഹൃദയവും സൽക്രിയയുണ്ട്. സൽക്രിയയാണ് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൽക്രിയ എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെ പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അത് ഇന്ന് നമ്മുടെ ഇതിൽ പരിശീലനത്തിലുമൊക്കെ അത് കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും ഒട്ടും പറയുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് പറയുന്നില്ല എന്നുള്ളത്. അതിന് ഊന്നൽ കൊടുക്കണം. വണക്കമാസം ഇല്ല. അല്ല, കാറ്റഗിസത്തിലാണ് ഞാൻ പറഞ്ഞത്. കാറ്റഗിസം തന്നെ പലപ്പോഴും നമ്മൾ പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. കാറ്റഗിസത്തിൽ പോലും മറ്റ് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പോലെ മാർക്ക് വാങ്ങിക്കുക, രൂപതാതലത്തിൽ മാർക്ക് വാങ്ങിക്കുക, സംസ്ഥാന തലത്തിൽ മാർക്ക് വാങ്ങിക്കുക, അവാർഡ് വാങ്ങിക്കുക, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒതുങ്ങി നിൽക്കുന്ന മത പഠനമായി തീരുന്നുണ്ട്.
ഒരു തിയറിയുടെ തലത്തിലേക്ക് വരികയാണ്. അതാണ് ആ തിയറി ഒരു പ്രായോഗിക തലത്തിലേക്ക് ആ തിയറി എങ്ങനെ തിയറി തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം, അതിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നുള്ളത് കാര്യമാണ്. അതെങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ ചിലപ്പോൾ സൽക്രിയയിൽ ചില ഇതിൽ വാസവടക്കത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ ദിവസം മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് മാത്രം പറയുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ വിശ്വാസം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക, ഇതൊക്കെ വിശ്വാസം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരിതാണ്. അപ്പോൾ അതിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ഊന്നൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ ഈ കാലയളവിൽ എന്നുള്ളത് ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മൾ വേദപാഠത്തിൽ പഠിച്ചൊരു കാര്യമാണ് മനോഗുണ പ്രവൃത്തികൾ 14. അതെ, അത് പഠിച്ചെന്നല്ലാണ്ട് എത്രമാത്രം ആളുകൾ പ്രായോഗത്തിൽ വരുത്തുന്നു എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം. അപ്പം ചുരുക്കത്തിൽ വിശ്വാസികൾ അവർ കുടുംബം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ഒരു എക്ലസിയാസ്റ്റിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന സഭാ സമൂഹം എന്ന് പറയുന്നത് ഇടവക സമൂഹമാണ്. അപ്പോൾ ഇടവക സമൂഹത്തിൽ സ്വന്തം ജീവിത മാതൃക വഴിയായിട്ടും ഇടവകയിൽ നടക്കുന്ന ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ഈ വിശ്വാസത്തിലുള്ള ആഴപ്പെടൽ പ്രായോഗികമായിട്ടുള്ള തലത്തിൽ അത് പ്രകടിപ്പിക്കാനും സാധിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് നമുക്ക് ഇതേക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നീട് അടുത്ത തലം എന്ന് പറയുന്നത് ലോകത്തിലുള്ള സാക്ഷ്യമാണ്. അപ്പോൾ ആ ലോകത്തിലുള്ള സാക്ഷ്യം അത് അൽമായരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങൾ ലോകത്തിൻ്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമാണ് എന്ന് പറയുന്ന ആ ഒരു കർത്താവിൻ്റെ പ്രബോധനം അത് അൽമായരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഇടപെട്ടുകൊണ്ട് ലോകത്തിൽ ജീവിച്ചുകൊണ്ട് എങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിക്കുന്നത് അൽമായർക്കാണ്. നമുക്ക് ആ മേഖല അടുത്ത എപ്പിസോഡിലേക്ക് വരാമെന്ന് ഇരിക്കാൻ നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സമയം വെച്ചു. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമയമൊക്കെയും ഇടവക തലത്തിൽ അൽമായർക്ക് ഏതെല്ലാം രീതിയിലാണ് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുക, അവരുടെ ദൗത്യം നിറവേറ്റാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ഛനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, വിറ്റ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.